ഹായ്, നമ്മളിന്നിപ്പോൾ കോസ്കോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ അവസാനത്തെ ഈ ഒരു കോസ്കോയിലെ അവസാനത്തെ ഷോപ്പിംഗ് ആയിരിക്കും. ഞങ്ങൾ ഓർക്കണ എന്തായാലും മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം 1 ഇയർ എങ്ങനെ ഇരിക്കുന്നു. കാരണം ഈ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടേ നമ്മൾ ഒരുപാട് കോസ്കോ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അവസാനത്തെ ഷോപ്പിംഗ് ആണല്ലോ കോസ്കോയിലെ. അപ്പോൾ എന്തായാലും ഒരു വർഷത്തേക്കുള്ള മാക്സിമം നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റണതെല്ലാം വാങ്ങി വെക്കാം, സ്റ്റോക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വായോ നമുക്ക് എന്തൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഞങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഷോപ്പിങ്ങിന് പോയപ്പോൾ. അങ്ങനെ നമ്മൾ ഒരുപാട് ആലോചിച്ചതിന് ശേഷം കോസ്കോ മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാമെന്ന് തീരുമാനിച്ച് ദീപം ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഇത് മെയിനായിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്കപ്പോഴും ഈ കോസ്കോയിൽ വന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ബൾക്കായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുള്ളൂ. നമ്മളുടെ ആണെങ്കിൽ ഈ ഒരു 2 പേരുള്ള ചെറിയ ഫാമിലിയിൽ കുട്ടികളെ പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അധികം ഇതുപോലത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട 1-2 കാര്യങ്ങളൊക്കെ കോസ്കോയിൽ ഉണ്ടെങ്കിലും നമ്മളിപ്പം ഇവിടെ വന്നു കഴിയുമ്പം അത് മാത്രമല്ല വാങ്ങിക്കുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ മാത്രം പ്രശ്നമാണോ അതോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കയറി അങ്ങ് എടുക്കും. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ട്രോളിയിലുണ്ടാവും. അതേപോലെ ബില്ലും ഒരു കൊട്ടക്കണക്കിനായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടി ആയപ്പോൾ ഓർത്തു എന്തായാലും ഒരു വർഷത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം, നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളത് എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പം അവസാനമായിട്ട് എന്തായാലും നിർത്തുകയാണല്ലോ. അപ്പോൾ അതിന് മുന്നേ ഒരു ഷോപ്പിംഗ് ചെയ്ത് നമ്മൾക്ക് പിന്നീട് ഈ കോസ്കോയിൽ വരായിരുന്നു, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു, റിന്യൂ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗാണ്. അതായത് ഏകദേശം ഒരു വർഷത്തേക്കെന്ന് പറയുമ്പം അത്രയും സ്റ്റോക്ക് ചെയ്യാൻ നമ്മൾക്ക് എന്തായാലും പറ്റില്ല. നമ്മൾക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവസാനത്തെ ആയതുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മിസ് ചെയ്യാതിരിക്കാനുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനത്തെയൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു പൊറോട്ട, ദോശമാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിങ്ങിന് വരുന്നതിന് മുന്നേ തന്നെ കുറച്ച് മുൻപ് വേറെ ഷോപ്പിംഗ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ടോയ്ലറ്റ് പേപ്പർ, കിച്ചൺ ടവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോപ്പിങ്ങിൽ. പിന്നെ ഇതിപ്പം ലാസ്റ്റായിട്ട് പോകുമ്പോഴാണ് ഞാനടുത്ത് എന്തായാലും ഇത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അന്ന് തന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലും വെളിച്ചെണ്ണയും പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യൻ ഐറ്റംസൊക്കെ കണ്ടോ, മഞ്ഞപ്പൊടി, മല്ലി അതുപോലെ ജീരകം, അതൊക്കെ ഇങ്ങനെ വന്നത് കണ്ടപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞങ്ങൾ. പക്ഷെ അതൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ അരിയും ഇവിടെ ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെ പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് എടുക്കാറുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കോക്കനട്ട് ഓയിൽ തന്നെ ആയിരിക്കും, കേക്ക്ലാൻഡിൻ്റെ. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ബോട്ടിലും അതുപോലെ നേരത്തെ വന്നപ്പോഴും 2-3 ബോട്ടിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തേക്ക് തികയും എന്ന് വിചാരിക്കണം. എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് അവസാനം ബില്ല് ചെയ്തതിന് ശേഷം കാണിക്കാം. ഞങ്ങളപ്പോൾ കോസ്കോയിൽ വന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തളർന്നു കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ കാട്ടൊക്കെ നിറച്ച് ഇറങ്ങി. ഇനി എങ്ങാനും 1 ഇയറിൽ മനസ്സൊക്കെ മാറി കോസ്കോ കാർഡ് വീണ്ടും എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. നമ്മുടെ ഇപ്പം കോസ്കോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതേ ഒരുപാട് സാധനങ്ങളൊക്കെ തന്നെ, എന്നാലും ഒരുപാടുണ്ട്. ഇപ്പം ബില്ല് എത്ര വന്നു? 224. നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് നോക്കാം. എടുത്തു വയ്ക്കുമ്പോൾ നോക്കാം അല്ലേ. മണ്ണ് വാങ്ങി നമ്മൾ, പിന്നെ വെള്ളം വാങ്ങിയിട്ടുണ്ട്. മുട്ട, ഇത് എന്താണ്, റാസ്ബെറി, പാല്, പനീർ, ബട്ടർ, ദോശമാവ്, പാവ് ഭാജിൻ്റെ ബൺ, പിന്നെ ക്രോസാൻ. അതെന്താട്ടോ കാണിക്ക്. ഒരു സ്നാക്ക് പാക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഗ്രാം ക്രാക്കർ, തേങ്ങാപ്പാൽ, ലെമൺ, മാങ്ങ, ചിക്കൻ, ഉപ്പ്, പിന്നെ ഒരു സ്വീറ്റ് വാങ്ങിച്ചു.
പൊറോട്ട. ഇതെന്താ അത്? വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ കോസ്കോ ഷോപ്പിങ്ങിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം, അതായത് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? മണ്ടത്തരമാണോ അതോ ബെസ്റ്റ് ഡിസിഷൻ ആണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ വരെ ക്ഷമയോടെ കണ്ടതിൽ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.